ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസുവേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായി കൊടുത്തു വിടാൻ പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ നല്ലപോലെ നമുക്കിത് വാട്ടിയെടുക്കാം. ഇതിന് വറുത്ത അരിപ്പൊടി തന്നെ വേണമെന്നില്ല, വറുക്കാത്ത അരിപ്പൊടി ആയാലും മതി. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെയും പൊടിയുടെ അളവൊന്നും പറയുന്നില്ല. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ, ആ ഒരു അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊരല്പം കുറയാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കരിഞ്ജീരകം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് കൈവച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പത്തിരിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിനൊരു 4 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും കൂടുതൽ കിട്ടാം കേട്ടോ. നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കിത് കിട്ടുക. ഇനി ഇതിനൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിലോട്ട് ഒരല്പം അരിപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ നല്ലപോലെ കനം കൂട്ടിയിട്ട് പരത്തിയെടുക്കരുത്. പിന്നെ പരത്തി വരുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊന്നും നമ്മൾ നോക്കണ്ട. നമുക്കിതൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ ഷേപ്പാക്കാനായിട്ട് ഞാനൊരു കത്തി വെച്ച് ഇതിൻ്റെ 4 ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിനെ വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാതും നമുക്കിങ്ങനെ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ കുറേ കട്ട് ചെയ്ത് വരുമ്പോൾ കത്തിയിൽ ഈ മാവാകുമ്പോൾ ഒട്ടി പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടി പിടിക്കുമ്പോൾ ഒരല്പം വെള്ളം എടുത്തിട്ട് ഈ കത്തിമ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാതും കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ഉണ്ടാക്കുന്നതിൽ കുറച്ച് ടൈം എടുക്കുന്നത് നമ്മളിങ്ങനെ ഈ ഒരു കട്ട് ചെയ്യുന്നൊരു ഭാഗത്താണ്. ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണൊക്കെ ആകുമ്പോൾ അത് ഇങ്ങനെ ഒക്കെ കൂടി എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിയിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ ആകെ മാറി വരും. അത് കാരണം കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാതും ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പുപൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ചേർക്കാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അത് കുറച്ച് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുളകിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ കുറവ് മുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്നാക്കായിട്ട് സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.